ഹായ് ഹലോ അപ്പം ആർട്ടിസ്റ്റ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു മേക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് രുദ്രാക്ഷം വെച്ചുള്ള ഒരു നെക്ലസിൻ്റെ ഒരു മോഡലാണ്. അപ്പം അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് രുദ്രാക്ഷമാണ് ആദ്യം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാപ്പാണ്. അപ്പോൾ ക്യാപ്പിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിലായിട്ട് ഇടാനുള്ള സീറോ മണി ഉണ്ട്. സീറോ മണി നമ്മൾ എടുത്തിട്ടുണ്ട്. സൈഡിൽ ഇടാനുള്ള ആ ഒരു ചെയിനും അതിൻ്റെ ഒരു ഹൂക്കും പിന്നെ അത് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു 3 മണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗിയർ വെയർ ആണ്. നമുക്ക് എത്രത്തോളം ലെങ്ത് നമ്മുടെ കഴുത്തിന് ചുറ്റുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം അത്രയും ലെങ്തിനുള്ള ഗിയർ വെയർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ആദ്യം 3 മണി വെച്ച് നമ്മളുടെ ആ ഒരു ചെയിൻ നമ്മൾ ആദ്യത്തെ ആ ഗിയർ വെയറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് പോലെ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഒരു ജ്വല്ലറി മേക്കിങ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒരു ഫിക്സിങ്, ഈ ഒരു കൊളുത്തിൻ്റെ ഒരു ഫിക്സിങ് കേട്ടോ. 3 മണി വെച്ചുള്ള ഒരു ഫിക്സിങ് കേട്ടോ. അല്ലാതെ ഗിയർ ലോക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം കിട്ടും. അപ്പം അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗി ഈ ഒരു 3 മണി ഇട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം നമ്മളൊരു ക്യാപ്പൊന്നും ഇടാത്ത ഒരു രുദ്രാക്ഷമാണ് നമ്മൾ ആദ്യം കൊരുക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 0 മണിയാണ് പിന്നെ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ വരുന്ന പോർഷനിൽ വരുന്ന ആ ഒരു രുദ്രാക്ഷത്തിന് നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇടുന്നില്ല. ഓക്കെ, അപ്പം നമ്മളൊരു 5 ബീഡോളം നമ്മൾ ക്യാപ്പ് ഇടുന്നില്ല കേട്ടോ. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ക്യാപ്പിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ രുദ്രാക്ഷം തന്നെ നമുക്ക് 2 രീതികളിൽ കിട്ടും കേട്ടോ. ഒരു മുഖമുള്ള രുദ്രാക്ഷമെന്നും 2 മുഖമുള്ള രുദ്രാക്ഷമെന്നും ഒക്കെ പറഞ്ഞ് അത് കിട്ടും കേട്ടോ. അതിപ്പം വളരെ ആത്മീയമായ രീതിയിൽ ധരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത്. ഒരുപാട് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് ഏകാഗ്രത കിട്ടാനും നമ്മളുടെ ജീവിതത്തിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ ഈ ഒരു രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ. ഇത് സത്യത്തിൽ ഒരു മരത്തിൻ്റെ വിത്താണ് ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ 5 ബീഡ് കൊരുത്ത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് ക്യാപ്പ് ആണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ക്യാപ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു ബഞ്ച് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ഓരോ ക്യാപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താണ് നമ്മൾ ക്യാപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്യാപ്പ് തന്നെ പല സൈസിൽ നമുക്ക് കിട്ടും. നമുക്ക് വലിയ ക്യാപ്പ്, ചെറിയ ക്യാപ്പ്, വെറും ചെറുത്, അങ്ങനെ പല രീതികളിലും കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മുത്തിൻ്റെ രീതി അനുസരിച്ചാണ് നമ്മൾ ക്യാപ്പ് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് വലുതായാലും പിന്നെ മുത്ത് കാണാത്ത രീതിയിലായി പോകും. വളരെ ചെറുതായി പോയാലും നമുക്ക് അത് ഇട്ടതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടത്തില്ല, ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ പല രീതിയിലും ഉണ്ട്. അപ്പം നമുക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ക്യാപ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു ക്യാപ്പ് ഇട്ടു, പിന്നെ നമ്മൾ ആ ഒരു രുദ്രാക്ഷം ഇട്ടു, പിന്നെ നമ്മളൊരു ക്യാപ്പ് ഇട്ടു. അപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു മുത്ത് നമ്മൾ കൊരുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇടുന്നത് 0 മണിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കഴുത്തിനകത്ത് എത്രയും നമുക്ക് വേണമോ അത്രയും നീളത്തിൽ നമുക്ക് ഇങ്ങനെ ക്യാപ്പിൻ്റെ അകത്ത് രുദ്രാക്ഷം വെച്ച് നമുക്ക് ചെയ്തിട്ട് വരാമേ. യഥാർത്ഥത്തിൽ രുദ്രാക്ഷം അറിയപ്പെടുന്നത് പരമശിവൻ്റെ കണ്ണുനീരെന്നാണ് രുദ്രാക്ഷത്തിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതൊരു മരത്തിൻ്റെ വിത്താണ് കേട്ടോ. അപ്പോൾ ആ വിത്ത് ഇത് പാകമാവുന്ന സമയത്ത് ഇതിൻ്റെ മേൽമൂടി ഒരു നീല കളറിലുള്ള ഒരു തൊലി കൊണ്ട് ഇങ്ങനെ മൂടപ്പെടും കേട്ടോ. പിന്നെയാണ് ഈ ഒരു കളറിലോട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു നീല കളറിൽ വരുന്നത് കൊണ്ട് ഇതിനെ ബ്ലൂബെറി മുത്ത് എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ, ഈ ഒരു നമ്മുടെ ഒരു രുദ്രാക്ഷത്തിന് കേട്ടോ. ഒരു കാലത്ത് സന്യാസിമാരും താപസന്മാരും ആത്മീയമായിട്ട് ബന്ധപ്പെട്ട ഒരു മാത്രമായിരുന്നു ഈ ഒരു രുദ്രാക്ഷം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിൽക്കാലത്ത് ഇപ്പം അത് ഒരു ഫാഷൻ്റെ തന്നെ ഒരു സ്റ്റൈലായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രുദ്രാക്ഷം മാലയായിട്ടും അതല്ല ബ്രേസ്ലെറ്റ് ആയിട്ടും ഒക്കെ ഈ ഒരു രുദ്രാക്ഷത്തിന് ഭാവമാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രുദ്രാക്ഷ മാല ഇവിടെ നമ്മൾ കൊരുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ആ ഒരു ചെയിനും ഇട്ട് നമുക്ക് അതിൻ്റെ കൊളുത്തൊക്കെ ഫിക്സ് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു 3 മണി എടുത്തിട്ടുണ്ട്. 3 മണി നമ്മൾ കൊരുത്തതിന് ശേഷം നമ്മൾ ചെയിൻ അങ്ങോട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ടത് തിരിച്ച് വെച്ച് നമ്മൾ അത് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ അത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മാല നല്ല അടിപൊളിയായിട്ട് നമ്മൾ കൊരുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ ഈ ഒരു നെക്ലസ് മോഡൽ മാല. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വ്ലോഗിൽ കാണാം.